മോത്തി ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം നഗരത്തിലുള്ളത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ മഴ കനക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗ്രീൻ അലർട്ടാണ് നിലവിലുള്ളത്. പക്ഷേ അത് മാറി യെല്ലോ അലർട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 23 വരെ ടോളിംഗ് നിരോധനം അടക്കമുള്ളവയുണ്ട്. ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴയ്ക്ക് നിലവിൽ സാധ്യതകളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ചാല മാർക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ, മുക്കോല ഭാഗത്തൊക്കെ വീടുകളിൽ വെള്ളം കയറുന്നതായിട്ടുള്ള ജനദുരിതമൊക്കെ ഉണ്ട്. റോഡുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യം കൂടെ തിരുവനന്തപുരത്തുണ്ട്. എന്തായാലും ഈ ഗ്രീൻ അലർട്ട് മാറി യെല്ലോയിലേക്ക് മാറാൻ സമയം അധികം വേണ്ടിവരില്ല. എന്തായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ വർക്കല ക്ലിഫ് കൂടെ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. കനത്ത മഴയിലൊക്കെ തന്നെ പലപ്പോഴും വർക്കല ക്ലിഫിന്റെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു താഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം ബാക്കി മന്ത്രിമാരും അടക്കമുള്ളവരൊക്കെ തന്നെ റോഡിൻ്റെതായിട്ടുള്ള ശോചനീയാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് സ്മാർട്ട് സിറ്റി റോഡ് പണിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ഇടിഞ്ഞു താഴ്ന്ന പ്രദേശം, ഒപ്പം ഓട കരകവിഞ്ഞ അവസ്ഥ ഒക്കെ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും മന്ത്രിമാരടക്കമുള്ളവർ നിലവിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്നും തിരുവനന്തപുരത്ത് എത്തി പണികളൊക്കെ തന്നെ വിലയിരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ തിരുവനന്തപുരത്ത് ഇന്നുണ്ട്. എന്തായാലും ഇപ്പം മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് മോത്തി കാണുന്നത്. ശരി ഗോകുൽ, ദയവായി തുടരുക. നമുക്ക് റിയയിലേക്ക് പോവാം. കൊച്ചിയിൽ റിയ ഉണ്ട്. റിയ, ഗുഡ് മോർണിംഗ്. മഴയായാൽ കൊച്ചിയിലെ അവസ്ഥ നമുക്കെല്ലാം അറിയുന്നതാണ്. എങ്ങനെയുണ്ട് കൊച്ചിയിലെ മഴ? മോത്തി, ഗുഡ് മോർണിംഗ്. അങ്ങനെ കനത്ത ഒരു മഴ കൊച്ചിയിലില്ല. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. രാവിലെ എല്ലായിടങ്ങളിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള നേരിയ മഴ പെയ്തിട്ടുണ്ട്. മലയോര മേഖലയിലൊക്കെ ഇതേപോലെ തന്നെ ചെറിയ മഴയാണ് പെയ്തിട്ടുള്ളത്. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ മഴ ഒന്ന് ശക്തമായി പെയ്താൽ സ്ഥിതിഗതികൾ അല്പം ആശങ്കയാകും. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല. മാത്രമല്ല, തീരമേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള അതേ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസവും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും ഒക്കെ കണക്കിലെടുത്ത് തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണം, രാത്രി യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം അത് കോതമംഗലം അടക്കമുള്ള ഇടുക്കി അടക്കമുള്ള മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഒന്ന് മനസ്സിൽ കരുതണം. കാരണം അതിശക്തമായ മഴ പെട്ടെന്ന് പെയ്താൽ മലയോര മേഖലയിലൂടെയുള്ള യാത്ര അല്പം സാഹസികത നിറഞ്ഞതാകും നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച്. അതുകൊണ്ട് അത്തരം മുൻകരുതലുകളും അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടു വേണം മലയോര മേഖലകളിൽ യാത്ര ചെയ്യാനെന്നത് ജില്ലാ ഭരണകൂടം വീണ്ടും ആളുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീരമേഖലയിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. എന്തായാലും ഒറ്റപ്പെട്ട മഴയാണ് എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും അടക്കം രാവിലെ ഉണ്ടായത്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രിയ, മഴ മാറി നിൽക്കുമ്പോഴും വെള്ളക്കെട്ട് രൂപപ്പെടുക എന്നുള്ളത് നഗരത്തിൻ്റെ ഒരു വലിയ ശാപമാണ്. കാലങ്ങളായത് അങ്ങനെയാണ്. അപ്പോൾ ഈ ചെറിയ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, ചതുപ്പ് പ്രദേശങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അത്രയും ശക്തമായ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ ഈ MG റോഡ്, KSRTC പ്രദേശങ്ങളൊക്കെ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് കൂടുതൽ മോട്ടോറുകളും സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മഴ പെയ്താൽ അതുമൂലം ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നൊരു മുന്നൊരുക്കം നിലവിൽ കൊച്ചി കോർപ്പറേഷൻ ഉണ്ട് എന്നതാണ് അവർ പറയുന്നത്. കഴിഞ്ഞ തവണ അതിശക്തമായ മഴ പെയ്തു, അത് പ്രതീക്ഷിക്കുന്നതിലും അധികമായിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നതാണ് കൊച്ചി കോർപ്പറേഷനും കളമശ്ശേരിയും ആലുവയിലും ഒക്കെ നഗരസഭകളും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒറ്റപ്പെട്ട മഴയായതുകൊണ്ടും അത് നേരിയ മഴയായതുകൊണ്ടും അത്തരമൊരു ആശങ്കയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നൊരു സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ അത് നഗരസഭയും കോർപ്പറേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. ശരി റിയ. ഗോകുൽ, തിരുവനന്തപുരം പൊതുവെ പൊന്മുടി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള മേഖലയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്തെങ്കിലും കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ യാത്രയ്ക്ക്? പൊന്മുടി അടക്കമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങളൊക്കെ തന്നെ
അടച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ കനത്ത മഴയും കാറ്റും ശക്തമായ കാറ്റും തുടരുന്നതിനെ തുടർന്ന് മരം വീഴ്ച അടക്കമുള്ള മരങ്ങളൊക്കെ റോഡിലേക്ക് കടപുഴകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നിട്ട് നിലവിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അതിലും കഴിഞ്ഞ 2 ദിവസം മുൻപാണ് വീണ്ടും മഴ ഒന്ന് ശമിച്ച സമയത്ത് ഒന്ന് തുറന്നു കൊടുത്തത്. എന്തായാലും വീണ്ടും നിലവിൽ പൊന്മുടി അടക്കമുള്ള കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. ഒപ്പം നിലവിൽ അതായത് ബീച്ചിലേക്കൊക്കെ വരുന്നവർക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ ഇനി നിലവിൽ വരുന്നുണ്ട്. അത് ശക്തമായ കാറ്റാണ് നിലവിൽ ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ ഗ്രീൻ അലേർട്ടാണ് ഉള്ളതെങ്കിലും മാറി യെല്ലോ അലേർട്ടിലേക്ക് പോകാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ കൃഷിനാശം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, ഒപ്പം തന്നെ വെണ്ണിയൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പാടശേഖരങ്ങളൊക്കെ തന്നെ നെൽകൃഷി അടക്കമുള്ള നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഴകൃഷി അടക്കം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ മഴയിൽ തന്നെ 80 ലക്ഷം രൂപയുടെ നഷ്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ കൃഷിനാശമായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ജില്ലയ്ക്കുണ്ട്. അപ്പം എന്തായാലും കനത്ത മഴ തുടരുകയാണ്. ആ മഴ തുടരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം മുക്കോല അടക്കമുള്ള ഭാഗങ്ങളിൽ, ഇന്ന് ഈ കഴിഞ്ഞ രാത്രി പെയ്ത മഴയിൽ മുക്കോല അടക്കമുള്ള പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ചാല മാർക്കറ്റ് ഏറെക്കുറെ ഭാഗികമായി മുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വഴി പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു സാഹചര്യമുണ്ട്, റോഡ് പണി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം പണി അവശേഷിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളും നഗരത്തിൽ പല ഭാഗത്തും ഇപ്പോഴും ഉണ്ട്. വെള്ളക്കെട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അത് മഴ കനത്താൽ രൂക്ഷമായി തുടരാനുള്ള സാധ്യതയുണ്ട്.